പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയെ കഴിഞ്ഞ ദിവസം 9 മണിക്കൂർ സമയമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി ആസ്ഥാനത്ത് ചോദ്യം ചെയ്തത്. വീണ്ടും ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇഡിയുടെ ഒരു നടപടി ക്രമപ്രകാരം ഇഡി അങ്ങനെയാണ് ചെയ്യാറ്. ആദ്യഘട്ടത്തിൽ നിന്നും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കില്ല. പരമാവധി ചോദ്യം ചെയ്ത് തെളിവുകൾ ശേഖരിച്ച് വിവരങ്ങൾ ആരാഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അറസ്റ്റ് നടപടികളിലേക്കൊക്കെ കടക്കുക. ഈ CMRലുമായി ബന്ധപ്പെട്ട കേസിനകത്ത് വീണയുടെ കമ്പനിയായ എക്സാലോജിക്ക് ഉൾപ്പെട്ട കേസിനകത്ത് നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 12 ഇടത്ത് റെയ്ഡ് നടത്തിയിരുന്നു. തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെ വാടക വീട്ടിലും, കണ്ണൂർ പിണറായിലെ വീട്ടിലും, കോഴിക്കോട് വീണയുടെ ഭർത്താവും ബേപ്പൂർ MLAയുമായ മുഹമ്മദ് റിയാസിന്റെ കൂട്ടുളിയുടെ വീട്ടിലും അടക്കം റെയ്ഡ് നടത്തി. ആ സമയത്ത് നമ്മൾ കണ്ടതാണ് വലിയ പ്രതിഷേധം കേരളത്തിൽ പലയിടത്തും അരങ്ങേറി. തിരുവനന്തപുരത്ത് പ്രതിഷേധം സംഘർഷത്തിലേക്കും പിന്നീട് CPMന്റെ പ്രവർത്തകന്മാർ ഇപ്പോഴും ജയിലിൽ കഴിയുന്ന സാഹചര്യമാണുള്ളത്. എന്നാൽ ഇന്നലെ കൊച്ചി ED ആസ്ഥാനത്ത് വീണ തൈക്കണ്ടിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ ഭർത്താവ് മുഹമ്മദ് റിയാസിനോടൊപ്പം ചോദ്യം ചെയ്യാൻ വീണ എത്തിയപ്പോൾ മുതൽ വലിയ പോലീസ് സന്നാഹം ഈ ED ഓഫീസിന് മുന്നിൽ ഉണ്ടായിരുന്നു. എന്നാൽ യാതൊരു പ്രതിഷേധവും ED ഓഫീസിന്റെ ഒരിടത്തും അരങ്ങേറിയില്ല എന്ന് മാത്രമല്ല, ഒരു ഇല പോലും അനങ്ങാതെയാണ് 9 മണിക്കൂർ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി രാത്രിയോടുകൂടി വീണ ഈ കൊച്ചി ED ഓഫീസിൽ നിന്നും മടങ്ങിയത്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നോട്ടീസ് നൽകി വീണയെ വിളിച്ചു വരുത്താൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ED രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. നേരത്തെ ED വീണയുടെ വാടക വീട്ടിൽ, അതായത് പിണറായി വിജയന്റെ വാടക വീട്ടിൽ നടത്തിയ റെയ്ഡിൽ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും വീണയുടെ മൊബൈൽ ഫോണും പിടിച്ചെടുത്തിരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ ദിവസം മുഴുവൻ രേഖകളുമായി ഹാജരാക്കാനാണ് ED നിർദ്ദേശം നൽകിയത്. കർശന നിർദ്ദേശമായിരുന്നു ED നൽകിയത്. ED രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ വരാനിരിക്കുന്ന ദിവസങ്ങൾ വീണയെ സംബന്ധിച്ചിടത്തോളം കറുത്ത ദിനങ്ങളാണെന്ന് പറഞ്ഞാൽ അത് തെറ്റായി മാറുമോ? ഒരിക്കലുമില്ല. നിലവിലെ സാഹചര്യത്തിൽ വീണയെ സംബന്ധിച്ചും പിണറായി വിജയനെ സംബന്ധിച്ച് വരാനിരിക്കുന്നത് കറുത്ത ദിനങ്ങൾ തന്നെയാണ്. ED ഒരു തരത്തിലും പിന്നോട്ടില്ല. വീണയുടെ പിന്നാലെ തന്നെയാണ് ED എന്ന് പറയേണ്ടി വരും. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ആദ്യം ED റെയ്ഡുമായി മുന്നോട്ട് പോകുമ്പോൾ CPMനെ വെച്ച് അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു. അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതിൽ തെറ്റുണ്ടെന്നൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷെ അത് സംഘർഷത്തിലേക്ക് പോകുന്നു. അതൊരിക്കലും CPMോ പിണറായി വിജയനോ വീണ വിജയനോ പോലും കരുതിയിട്ടില്ല ഇത്രയും വലിയ തിരിച്ചടിയാകുമെന്ന്. അതിന് തൊട്ടു പിന്നാലെയാണ് ED നോട്ടീസ് അയക്കുന്നത് വീണ വിജയന്. അപ്പൊ തനിക്ക് സുഖമില്ല അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നം ഉണ്ട് എന്ന് പറയുന്നു. പിന്നീട് വീണ്ടും ED നോട്ടീസ് അയക്കുന്നു. കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തു, 9 മണിക്കൂർ ചോദ്യം ചെയ്തു. ആദ്യ ചോദ്യം ചെയ്യൽ തന്നെ ഒരിക്കലും അറസ്റ്റിലേക്കൊന്നും പോവില്ല, ആ കാര്യത്തിലൊരു സംശയമില്ല. പക്ഷെ ഒരിക്കലും അറസ്റ്റ് ചെയ്യാതെ മുന്നോട്ട് പോകും എന്നും ഒരു ഉറപ്പില്ല. കാര്യം തെളിവുകളുടെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്താം. വീണ വിജയൻ അറസ്റ്റിലാകാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും ചോദ്യം ചെയ്യലുമായി തന്നെ ED മുന്നോട്ട് പോകും. എന്തായാലും ED വീണയെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിനു മുൻപ് അല്ലെങ്കിൽ വീട്ടിൽ റെയ്ഡ് നടത്തിയ സമയത്ത് തന്നെ മൊബൈൽ ഫോൺ, ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ഫ്രീസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഒന്നുമില്ലാതെ അല്ലെങ്കിൽ തെറ്റ് ചെയ്തവർ മാത്രം ഭയന്നാൽ മതി എന്ന് പറഞ്ഞത് പിണറായി വിജയനും CPMുമാണ്. തെറ്റ് വീണ ചെയ്തിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ഒരു തെറ്റും ചെയ്തിട്ടില്ല എങ്കിൽ ED ഇങ്ങനെ നിരന്തരം ചോദ്യം ചെയ്യുകയും പിന്നാലെ നടക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മറുവശത്ത് മറ്റൊരു പക്ഷം എന്ന് പറയുന്നത് EDക്കെതിരെ ഉണ്ടായ സംഘർഷം അല്ലെങ്കിൽ ED ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായ സംഘർഷം അത് ഒരു പകയാക്കി വെച്ചുകൊണ്ട്, അതാണ് ഇപ്പൊ CPM ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ CPMന്റെ സൈബർ ഹാൻഡിലുകൾ പറയുന്നത്, നിരന്തരം തനിക്ക് സുഖമില്ല അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നം അറിയിച്ചിട്ടും തന്നെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിന്റെ കാരണം പോലും അന്നുണ്ടായ സംഘർഷമാണ്. അതിൽ EDക്ക് ഈ വീണയുമായി അല്ലെങ്കിൽ CPMുമായിട്ട് വളരെയധികം ദേഷ്യമുണ്ട് അല്ലെങ്കിൽ ഒരു വൈരാഗ്യമുണ്ട് എന്ന് പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതെന്ന് പറയുന്നത്. പക്ഷെ അതൊന്നും സത്യമല്ല. കാര്യം കോടതിയാണ് EDക്ക് മുന്നോട്ട് പോകാം എന്നുള്ള നിലപാടെടുത്തിരിക്കുന്നത്. അപ്പൊ ED നിരന്തരം ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. തെറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ വീണ വിജയൻ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം സുഖമായി ഊരി വരാം. തെറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ. മറുവശത്ത് ഉന്നയിച്ചിരിക്കുന്ന ആരോപണം, അന്നത്തെ പ്രതിപക്ഷമായിട്ടുള്ള ഐക്യജനാധിപത്യ മുന്നണി UDF ഒക്കെ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ സത്യമാണ് എങ്കിൽ വീണ വിജയൻ വെള്ളം കുടിക്കും, പിണറായി വിജയൻ വെള്ളം കുടിക്കും. എന്തായാലും ED രണ്ടും കൽപ്പിച്ചാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ED ഈ കേസിൽ നിന്ന് പിന്നോട്ട് പോകാൻ അല്ലെങ്കിൽ ഒരു ഇഞ്ച് പിന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഹൈക്കോടതിയിൽ ഹർജിയുമായി പോവുകയും വീണ വിജയൻ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ ഹർജി തള്ളുകയും പിന്നീടും ED വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ED എന്തായാലും രണ്ടും കൽപ്പിച്ചാണ്. വീണ വിജയനും പിണറായി വിജയനും ഇത് അത്ര എളുപ്പമല്ല. ഇനി മറുവശത്ത് ഇത് എങ്ങനെ പ്രതിരോധം തീർക്കുന്ന ഒരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ആദ്യത്തെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ED റെയ്ഡുമായി വരുമ്പോൾ തന്നെ CPMനെ വെച്ചൊരു പ്രതിരോധം തീർത്ത പാർട്ടി അല്ലെങ്കിൽ പാർട്ടിയും അണികളും എല്ലാം CPM അല്ലെങ്കിൽ പിണറായി വിജയന് വേണ്ടി വീണ വിജയന് വേണ്ടി എന്തിന് CPM തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. മറുവശത്ത് അറസ്റ്റിലേക്ക് പോകുമോ, ഇനിയും ചോദ്യം ചെയ്യലുകൾ ഉണ്ടായാൽ എന്തായിരിക്കും ഉണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ എന്തായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് പാർട്ടിക്ക് മുന്നിലുണ്ട്. ഇനി വീണ തെറ്റുകാരിയാണെന്ന് തെളിഞ്ഞാൽ പിണറായി വിജയന്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും?
ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനെല്ലാം ഉത്തരം കിട്ടുക കൂടി വേണം. 9 മണിക്കൂർ ചോദ്യം ചെയ്തിട്ട് പുറത്തേക്ക് വരുന്ന വീണ വിജയൻ മാധ്യമങ്ങളോട് ഒന്നും തന്നെ, മാധ്യമങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ തയ്യാറായിട്ടില്ല. അതിന്റെ പിന്നിലെ കാര്യം എന്താണ്? അല്ലെങ്കിൽ സാധാരണ പ്രതികരിക്കേണ്ടതാണ്. 9 മണിക്കൂർ നമ്മൾ ഇതിനു മുൻപും പല ആളുകളെ SIT ഉൾപ്പെടെ, ഇപ്പൊ ശബരിമല സ്വർണ്ണക്കൊള്ളയിലൊക്കെ SIT ഉൾപ്പെടെ ചോദ്യം ചെയ്തിട്ട് വരുമ്പോഴൊക്കെ പലരും പ്രതികരിക്കാറുണ്ട്. പക്ഷെ എന്തുകൊണ്ട് 9 മണിക്കൂർ ചോദ്യം ചെയ്തിട്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ വാ തുറക്കാൻ വീണ തയ്യാറായില്ല എന്നൊരു ചോദ്യമുണ്ട്. വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യത, ചോദ്യം ചെയ്യൽ അറസ്റ്റിലേക്ക് എത്തുമോ എന്നുള്ള എത്താനുള്ള സാധ്യത ഉണ്ടോ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത്ര എളുപ്പമല്ല വീണ വിജയനും പിണറായി വിജയനും ഈ കേസിൽ നിന്ന് തടി ഉരുക എന്നുള്ളത്. തീർച്ചയായും പിണറായി വിജയൻ ഈ കേസിനകത്തെ പ്രതിയല്ല. മകൾ വീണയ്ക്കെതിരാണ് കുരുക്ക് മുറക്കുന്നത്. പക്ഷെ രാഷ്ട്രീയമായി അത് പിണറായി വിജയനാണല്ലോ എതിരെ വരാൻ പോകുന്നത്. തീർച്ചയായും ഈ കേസിനകത്ത് ഇഡിയുടെ തുടർ നടപടികൾ നിർണായകമാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഇഡി ഉദ്യോഗസ്ഥർ നേരത്തെ തിരുവനന്തപുരത്ത് റെയ്ഡ് നടത്തിയപ്പോൾ പ്രതിഷേധിച്ച CPM-കാർ എന്തുകൊണ്ട് കഴിഞ്ഞ ദിവസം കൊച്ചി ഇഡി ആസ്ഥാനത്ത് പ്രതിഷേധിച്ചില്ല എന്നൊരു ചോദ്യം ഒരു വിഭാഗം സൈബർ ഹാൻഡിലുകൾ അടക്കം ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിന് നേരത്തെ തന്നെ കൃത്യമായി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും CPM-ന്റെ മുതിർന്ന നേതാക്കളും മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിനപ്പുറം കരിമണൽ കർത്തയുമായി ബന്ധപ്പെട്ട് വീണ തൈക്കണ്ടിക്ക് എന്ത് ബന്ധമാണുള്ളത് എന്ന കാര്യത്തിലാണ് ഇഡി അന്വേഷണം നടത്തുന്നത്. കാരണം CMRL എന്ന് പറയുന്ന കമ്പനി എന്തിനാണ് എക്സാലോജിക്കിന് പണം നൽകിയത്? പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ എക്സാലോജിക്ക് എന്ത് സേവനം ചെയ്തിട്ടാണ് പണം നൽകിയത് എന്നാണ് ഇഡിക്ക് പ്രധാനമായും കണ്ടെത്തേണ്ടത്. BJP നേതാവ് ഷോൺ ജോർജും അതോടൊപ്പം തന്നെ മാത്യു കോൾനാടനുമാണ് ഈ കേസിന്റെ പിന്നാമ്പുറത്ത് കുറെ നമുക്കറിയാം. അവരാണ് പല വിവരങ്ങളും പൊതുജനങ്ങൾക്ക് മുമ്പാകെ എത്തിക്കുന്നത്. ഷോൺ നൽകിയ ഹർജിയുമായി ബന്ധപ്പെട്ടാണ് ഇഡി അന്വേഷണം അടക്കം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇഡി അന്വേഷണം പരമാവധി തടസ്സപ്പെടുത്താൻ CMRL ശ്രമിക്കുകയും ചെയ്തിരുന്നു. അവർ ഹൈക്കോടതിയിൽ പോയിട്ടും ഹൈക്കോടതി CMRL-ന്റെ ഹർജി തള്ളി ഇഡിക്ക് അന്വേഷണം മുന്നോട്ട് പോകാമെന്ന് കോടതി ഉത്തരവിടുകയും ചെയ്തിരുന്നു. ആ ഉത്തരവിന്റെ പിറ്റേ ദിവസമാണ്, ആ ഉത്തരവ് വന്ന് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പാണ് ഇഡി തിരുവനന്തപുരത്ത് അടക്കം 12 ഇടത്ത് റെയ്ഡ് നടത്തിയത്. സ്വാഭാവികമായും ഇന്നലെ വീണ നൽകിയ രേഖകൾ ഇത് വിശദമായി ഇഡിയുടെ ഡൽഹിയിൽ നിന്നടക്കം എത്തുന്ന ഉദ്യോഗസ്ഥരും അഭിഭാഷകർ അടക്കമുള്ള ഒരു വലിയ വിഭാഗം ഇരുന്ന് അവർ ഈ രേഖകൾ പരിശോധിക്കും, ഈ മൊഴി പഠിക്കും. അതിനുശേഷം അടുത്ത ചോദ്യാവലി തയ്യാറാക്കി ഇഡിയുടെ ഒരു ചോദ്യം ചെയ്യൽ നടപടി എന്നത് കൃത്യമായ ചോദ്യാവലി തയ്യാറാക്കിയാണ് ഇഡി ചോദ്യം ചെയ്യുക. അടുത്ത ചോദ്യാവലി തയ്യാറാക്കി ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് ആ യോഗത്തിന് ശേഷം വീണയ്ക്ക് നോട്ടീസ് നൽകി വീണയെ വിളിച്ചു വരുത്തുകയാണ് അതിന് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ലഭിച്ച കാര്യങ്ങൾക്കപ്പുറം ഇനി എന്തൊക്കെയാണ് ലഭിക്കാനുള്ളത്? ഏതെങ്കിലും രേഖകൾ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുമോ? അതെല്ലാം കൊണ്ടുവരാൻ ആവശ്യപ്പെടും. ഇതിൽ ഇപ്പോൾ ലഭിച്ച മൊഴികളും നേരത്തെ നൽകിയ മൊഴികൾ വിവിധ ഉദ്യോഗസ്ഥർ CMRL-ലുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും കരിമണൽ കർത്ത എന്ന് വിളിക്കുന്ന ആളുടെ മകനെ അടക്കം ചോദ്യം ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട മൊഴികൾ പരിശോധിക്കും. ആ മൊഴിയിൽ ഏതെങ്കിലും തരത്തിൽ പൊരുത്തക്കേടുകളുണ്ടോ എന്ന് പരിശോധിക്കും. ഇത്തരത്തിൽ വിപുലമായ പരിശോധനകൾ നടത്തിയതിനു ശേഷമാണ് ഇഡി തുടർ നടപടികളിലേക്ക് കടക്കുക. എന്തായാലും ഇഡി തുടർ നടപടികളിലേക്ക് കടക്കുമ്പോൾ കേരളീയ പൊതുസമൂഹത്തിന് അറിയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, വീണ തൈക്കണ്ടി എന്ന് പറയുന്ന വ്യക്തി എന്തിനാണ് ഈ CMRL കമ്പനി പണം നൽകിയത് എന്ന ചോദ്യത്തിന് മാത്രമാണ് ഉത്തരം വരേണ്ടത്. അവർ തമ്മിൽ പണത്തിന്റെ ഇടപാടുണ്ടോ അതൊന്നും കേരളത്തിന് അറിയേണ്ട സാഹചര്യമില്ല. കേരളത്തിന് അറിയേണ്ട ഒരു കാര്യം, വീണ തൈക്കണ്ടിയുടെ പിതാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ 1,70,00,000 പരം രൂപ എന്തിന് വീണ തൈക്കണ്ടിയുടെ കമ്പനിയായ എക്സാലോജിക്കിന് നൽകി എന്നൊരു ചോദ്യത്തിന് മാത്രം ഉത്തരം നൽകിയാൽ മതി. ആ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് CPM-ന്റെ കേരളത്തിന്റെ ആസ്ഥാനമായ AKG സെന്ററിന്റെ അഡ്രസ്സിലാണ്. സ്വാഭാവികമായും CPM-ന്റെ മുൻപ് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ AKG സെന്ററിന്റെ ഫ്ളാറ്റിലാണ് താമസിച്ചത്. വീണ പറയുന്ന ഒരു മറുപടി അത് തന്നെയാണ്, പിണറായി വിജയൻ ആ ഫ്ളാറ്റിൽ താമസിക്കുമ്പോൾ ആ അഡ്രസ് അല്ലാതെ മറ്റൊന്നും കൊടുക്കാനില്ല എന്ന്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഇഡി അന്വേഷിച്ച് വ്യക്തത വരുത്തും. ഇഡിയെ സംബന്ധിച്ചിടത്തോളം ഇനി നിർണായകമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. CMRL-ലുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ചോദ്യം ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് വീണയിലേക്ക് ചോദ്യം ചെയ്യൽ കടന്നിരിക്കുന്നത്. വീണ കൃത്യമായി ഉത്തരം നൽകിയിട്ടില്ലെങ്കിൽ, വീണയുടെ മൊഴികളിൽ പൊരുത്തക്കേടുണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇഡി കടക്കും. ഇഡി അറസ്റ്റ് നടപടിയിലേക്ക് കടന്നാൽ രാഷ്ട്രീയപരമായി അത് CPM-നെയും പിണറായി വിജയനെയും ബാധിക്കും. പിണറായി വിജയൻ മറുപടി പറയാൻ ബാധ്യസ്ഥനാവും. നിലവിലെ സാഹചര്യത്തിൽ പിണറായി വിജയന് പറയാം, എന്റെ മകൾ ഒരു സ്വതന്ത്ര വ്യക്തിത്വമാണ്, അവൾക്ക് എന്ത് ബിസിനസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ അറസ്റ്റ് നടപടിയിലേക്ക് കടക്കുകയും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ എന്തിനാണ് പണം നൽകിയത് എന്ന ചോദ്യത്തിന് ഏതെങ്കിലും തരത്തിൽ CMRL-ന് വഴിവിട്ട ഏതെങ്കിലും സഹായം നൽകിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിനൊക്കെ ഉത്തരം പറയാനുള്ള ഒരു ബാധ്യത CPM-നും പിണറായി വിജയനും ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല.